എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടൊക്കെ എന്തെങ്കിലും നമുക്ക് കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇതുപോലൊരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ട് റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പാലിൽ സോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഓട്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, റോൾഡ് ഓട്സ് ഒന്നുമല്ല. സാധാരണ നമ്മൾ വാങ്ങിക്കാറുള്ള ഓട്സ് ഇല്ലേ, ആ ഒരു ഓട്സ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 8 ഡേറ്റ്സ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു സ്മൂത്തിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ബദാമും കശുവണ്ടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് വാൾനട്ട് ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തിളപ്പിച്ച പാലാണ്. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓട്സ് എല്ലാം ഒരു ഹാഫ് കുക്കായിട്ട് കിട്ടും. അതിൻ്റെ പേരിൽ നമുക്കിതിലേക്ക് ചൂട് പാല് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു ഓട്സും അതുപോലെ ഡേറ്റ്സും നട്ട്സും എല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഓട്സ് എല്ലാം ഒന്ന് ഹാഫ് കുക്കായി കിട്ടും. അതുപോലെ തന്നെ ഡേറ്റ്സും നട്ട്സും എല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതാ നമ്മളിവിടെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന നമ്മുടെ ഓട്സും അതുപോലെ തന്നെ ഡേറ്റ്സും നട്ട്സും എല്ലാം ആവശ്യത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൂത്തി വന്നിട്ട് നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലൊരു സ്മൂത്തി ഒക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും അവരുടെ ആ ഒരു ഡേ ഫുള്ളും. അതുപോലെ തന്നെ നമുക്കിപ്പം ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു സ്മൂത്തി കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ഏത്തപ്പഴം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത്തപ്പഴത്തിന് പകരം റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ സാധാരണ ചെറുപഴമോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സും അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ തേനോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ആ ഒരു ഡേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു പഴത്തിൻ്റെയും മധുരമാണ് നമ്മുടെ ഈ ഒരു സ്മൂത്തിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതായിരിക്കും ഈ ഒരു സ്മൂത്തി. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. പാല് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്, അതായത് തിളപ്പിച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ച് തണുപ്പിച്ച പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ച പാല് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴുമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.